ബോർഡ്, പോസ്റ്റർ തുടങ്ങിയ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ആ നിലയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. വലിയ രീതിയിലുള്ള എതിർപ്പുകളാണ് എന്റെ സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങള് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാക്കാനാണ് ശ്രമിച്ചത്. അന്നൂരിൽ ഞങ്ങളൊരു ചുമരെഴുതിയപ്പോ ആ ചുമരെഴുതി ഞങ്ങളുടെ പ്രവർത്തകന്മാര് തിരിച്ചുപോയി കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ അത് വെള്ളയടിച്ച് LDFന്റെ ചുമരെഴുത്താക്കി മാറ്റുകയുണ്ടായി. അത് സംബന്ധിച്ച് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ചുമര് മറച്ച് ആരും ഇത് എഴുതേണ്ടതില്ല എന്ന നിലയിൽ പോലീസ് എന്ന് എഴുതി വെച്ചതായി ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചിലര് തീരുമാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. 2 ചുമര് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നെഴുതിയപ്പോ ഇന്നലെ രാത്രി ആ സ്വതന്ത്ര എന്നുള്ളതിന്റെ മുമ്പില് UDF എന്നെഴുതി ചേർക്കുകയുണ്ടായി. അങ്ങനെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണോ അല്ലയോ എന്നത് LDF അല്ല തീരുമാനിക്കേണ്ടത്. UDF പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും സർവതന്ത്ര സ്വതന്ത്രനായി മത്സരിക്കുമെന്നും ആര് പിന്തുണച്ചാലും പിന്തുണ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയാ ഞാൻ എഴുതിയ ചുമരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നതിന്റെ മുമ്പില് UDF എന്ന് ഇരുട്ടിന്റെ മറവിൽ എഴുതി ചേർക്കുന്നത്? ഒന്ന് കരിങ്കുഴിയിലാണ്. കരിങ്കുഴി എന്റെ തന്നെ സ്ഥലത്തിന്റെ ചുമരാണ് എഴുതിയത്, മറ്റാരുടെയും ചുമരല്ല. കാരണം ആ ചുമര് ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ സാധിക്കില്ല. മറ്റൊരു ചുമര് ഏച്ചരാമയല്ലാണ്. ഈ 2 ചുമരിന്റെ മുമ്പിലും UDF എന്ന് എഴുതി ചേർക്കാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങളുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും ഈ പയ്യന്നൂർ മണ്ഡലത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഒരാളൊരു ചുമരെഴുതിയാൽ എതിർകക്ഷി അവർക്ക് ആവശ്യമായ രീതിയിൽ ആ ചുമരെഴുത്തിനെ മാറ്റിമറിക്കുന്ന ഒരു നില എപ്പോഴെങ്കിലും ഈ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുണ്ടോ? ബോധപൂർവം ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു സംഘർഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് ഈ മണ്ഡലത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ വേവലാതിയൊന്നുമില്ല. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോ ഞങ്ങളുടെ വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്.
എന്നെ ഒരു പ്രത്യേക അറയിൽ മാറ്റിക്കെട്ടുന്നതിന് വേണ്ടിയുള്ള നീക്കം LDF വളരെ ബോധപൂർവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം LDFനകത്ത് നിന്ന് വലിയ നിലയിൽ വോട്ട് എനിക്ക് ക്യാൻവാസ് ചെയ്യാൻ സാധിക്കുമെന്നും ആ വോട്ട് ചോർച്ച തടയാൻ ഞാൻ സ്വതന്ത്രനല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. ആ നിലയിലാണ് ഇത്തരം ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് പിന്തുണ നൽകാൻ UDF തീരുമാനിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടും പയ്യന്നൂരിലെ ചില മാധ്യമ സുഹൃത്തുക്കൾ എന്നെ LDFന്റെ നിലപാടിന് അനുസരിച്ച് UDF സ്വതന്ത്രനായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമം നടത്തിയ ആളും ഈ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എനക്കൊരു വിരോധമില്ല. എല്ലാവർക്കും മനസ്സിൽ രാഷ്ട്രീയം ഉണ്ടാകും. പക്ഷെ അത് ഈ നിലയിൽ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ശരിയാണോ എന്ന് അത്തരം ആളുകൾ ചിന്തിക്കുക. അയാൾക്ക് എന്നെ UDFന്റെ ആലയിൽ കെട്ടിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊരു പ്രചാരണം നടത്തുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇനി UDFന്റെ സ്വതന്ത്രം എന്ന രീതിയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും എല്ലാം വോട്ട് വാങ്ങുക എന്നതാണ് എന്റെ ലക്ഷ്യം. ആ വോട്ട് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നിരവധി രക്തസാക്ഷികൾ, അവരെ ആ നിലയിലാക്കിയത് കോൺഗ്രസ് ആണ്, ചിലയിടത്ത് ലീഗാണ്, ചിലയിടത്ത് RSS ആണ് എന്നൊക്കെയാണ്. അവരുമായി ഒരു ബന്ധവും പാടില്ല എന്ന നിലപാടാണോ CPMനുള്ളത്? അങ്ങനെ ഒരു നിലപാട് അവർക്കുണ്ടായിട്ടില്ല. ഈ കേരളത്തിൽ ആദ്യമായി ഒരു MLA കൊല്ലപ്പെട്ടത് സഖാവ് കുഞ്ഞാലിയാണ്. കുഞ്ഞാലിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ഉത്തരവാദികളെന്ന് CPM ആരോപിച്ച പാർട്ടിയുമായി പിന്നീട് സഖ്യമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അവരുടെ വോട്ട് വാങ്ങി വിജയിക്കുകയും മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്ത ചരിത്രമുള്ള നാടാണ് ഈ കേരളം. എങ്ങനെ അവർക്ക് ഞാൻ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങുന്നത് ഈ നിലയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവര് വാങ്ങാൻ പാടില്ലല്ലോ. കേരളത്തിൽ മൊത്തത്തിലല്ലേ അങ്ങനെ വാങ്ങിയത്? ഈ പയ്യന്നൂർ മണ്ഡലത്തിലാണ് രാമന്തളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് OK കുഞ്ഞിക്കണ്ണന്റെ രക്തസാക്ഷിയായത്. അതിന് ഉത്തരവാദികൾ ആര് എന്നതിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. അവരുമായി സഖ്യമുണ്ടാക്കി വോട്ട് വാങ്ങി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലേ CPM? അപ്പൊ CPMന് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങാം, മറ്റു പാർട്ടികളുടെ വോട്ട് വാങ്ങാം, മറ്റുള്ളവർക്ക് വാങ്ങിക്കൂടാ എന്നൊരു നിലപാട് എങ്ങനെയാണ് ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാൻ സാധിക്കുന്നത്? ഇനി അത് മാത്രമല്ലല്ലോ, CPMന് ഇന്ത്യയിൽ 4 MP-മാരുണ്ട്. അതിൽ 3 MP-മാരും ജയിച്ചത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. 2 MP-മാര് തമിഴ്നാട്ടിൽ നിന്നും 1 MP രാജസ്ഥാനിൽ നിന്നും ജയിച്ചു വന്നത് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിക്കൊണ്ടാണ്. കേരളത്തിലുള്ള 1 MP മാത്രമാണ് കോൺഗ്രസിന്റെ വോട്ട് വാങ്ങാതെ ജയിച്ചത്.
അപ്പൊ 75% MP-മാർ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് ഇപ്പൊ പാർലമെന്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമല്ലേ? അങ്ങനെ വരുമ്പോ എന്തടിസ്ഥാനത്തിലാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കെതിരെ ഈ UDF രാഷ്ട്രീയവും കോൺഗ്രസ് രാഷ്ട്രീയവും ഉപയോഗിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് എന്നത് പരിശോധിക്കാൻ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ സന്നദ്ധമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയായി വരാൻ ഒരു കാരണം, ആ കാരണം നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് നേരത്തെ. അഴിമതി മാഫിയാവൽക്കരണം ഇത് നടക്കുമ്പോ അത് ചോദ്യം ചെയ്തു, പാർട്ടിക്കകത്ത് അത് ചോദ്യം ചെയ്തു, പാർട്ടി നേതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം കഴിഞ്ഞ 4.5 വർഷമായി ഞാൻ നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ 4.5 വർഷത്തിനിടയിൽ പരിഹാരം കാണാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. കളങ്കിതനായ ഒരു വ്യക്തി പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ടോ എന്നതാണ് പയ്യന്നൂരിലെ വോട്ടർമാരോട് ഞാൻ വോട്ടർമാരുടെ മുമ്പിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കളങ്കിതനായ വ്യക്തി എന്ന് സമൂഹം വിലയിരുത്തുകയാണ്. ഒന്ന് മൊബൈലൊക്കെ വിലയിരുത്തുകയാണ്. ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞതാണ്. 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഞാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. 2, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. TI മധുസൂദനനെ മാറ്റി മറ്റൊരാളാണ് പയ്യന്നൂരിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ മത്സരിക്കുമായിരുന്നില്ല. ഞാൻ പാർട്ടിക്കകത്ത് ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം അത് TI മധുസൂദനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഉൾപ്പെടെയുള്ള ആളുകൾ അയാളെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാൻ CPM നേതൃത്വം തീരുമാനത്തിനെതിരെയുള്ള പ്രതിഷേധമെന്ന നിലയിലാണ് എന്റെ സ്ഥാനാർത്ഥിത്വം. അത് ഞാൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ഒരു പുസ്തകമായി അച്ചടിച്ച് ജനങ്ങളുടെ കയ്യിൽ എത്തിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും വിഷയത്തിന് മറുപടി പറയാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോ അയാളെ നിർത്തിയ CPM നേതൃത്വമോ ഇന്നേവരെ സന്നദ്ധമായിട്ടുണ്ടോ? സന്നദ്ധമായിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റ് തെറ്റായ പ്രചാരവേലകൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളെ എനിക്കെതിരായി തിരിച്ചുവിടാൻ സാധിക്കുമോ എന്ന ആലോചനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള, സത്യത്തിന് വേണ്ടിയുള്ള, ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തെ അതേ രീതിയിൽ എതിർക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ആ എതിർപ്പിനെയൊന്നും ഒരാളും തെറ്റായി കാണില്ല. പക്ഷെ ആ നിലയിൽ എതിർക്കാനല്ല, മറിച്ച് കുൽസിത ശ്രമങ്ങളും തെറ്റായ പ്രചാരവേലകളും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് ഈ മണ്ഡലത്തെ നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് LDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രഖ്യാപിക്കുന്ന ഒരു മാധ്യമ സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മളെല്ലാവരോടും ചോദ്യം ചോദിക്കാറുണ്ട്. ഞാൻ നമ്മളോടും ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മറ്റുള്ളവരോടും ചോദ്യം ചോദിക്കാറുണ്ട്. അത് ഇവിടുത്തെ എല്ലാ മാധ്യമപ്രവർത്തകർക്കും അറിയാം. അത് എൻ്റെ ചോദ്യം
വെള്ളപൂശാനാണ് എന്ന രീതിയിലാണ് നിങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചത്. അതെ, ഞാൻ ചോദിച്ച ചോദ്യങ്ങള്, ഞാൻ പല ചോദ്യങ്ങളും നിങ്ങളോട് ആ മാധ്യമ സമ്മേളനത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞത് രാജീവനെ അറിയാൻ രാജീവന്റെ താല്പര്യം വെള്ളപൂശാനാണ് എന്നത്. അത് എനിക്ക് ഏതർത്ഥത്തിലാണെന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. ആ ചോദ്യം പറഞ്ഞാലേ ഇതിനെ വെള്ളപൂശാനാന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ആദ്യകാലത്ത് ഉണ്ടായിട്ടുള്ള പിന്തുണ, പിന്നെ പാർട്ടിയിൽ നിങ്ങൾ ഉണ്ടായ നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ആ ചോദ്യം കേട്ടാൽ എന്തിനാണ് വെള്ളപൂശാൻ ശ്രമിക്കുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ള പിന്തുണ, നിങ്ങൾ പുറത്തു പോയതിനു ശേഷം നിങ്ങൾക്കില്ല, അവര് നിങ്ങളെ വെളിയിൽ ഉപേക്ഷിച്ചു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യം ഞാൻ ചോദിച്ച സമയത്താണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് രാജീവൻ കുറെയായി വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെയുള്ളൊരു പ്രസ്താവന കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തുണ്ട്. അതിനെ ഞാൻ ആ അർത്ഥത്തിൽ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഇവിടെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഞാൻ തന്നെയാണ് നിങ്ങൾ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞത്. അത് നിങ്ങൾ നോമിനേഷൻ കൊടുത്തതിന് ശേഷം, അതിന് മുമ്പ് വരെ കൊടുത്ത എല്ലാ വാർത്തയിലും സർവ്വസ്വതന്ത്രനായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കൊടുത്തത്. അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. അതിനുശേഷം ഇപ്പോൾ എനിക്ക് ആ സംശയമുണ്ട്, നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ ചോദ്യത്തിന് നിങ്ങൾ ഒരു ഉത്തരം. ഞാൻ UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. എന്നെ UDF പിന്തുണക്കുകയാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ആദ്യം തിരിച്ചറിയാൻ സാധിക്കണം. UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവുക എന്നതും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ ചിലര് തയ്യാറാവുകയും ചെയ്യുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രാജീവൻ നേരത്തെ പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥി എന്നാണ്. അല്ല, എന്റെ കയ്യിൽ ക്ലിപ്പിംഗ് ഉണ്ട്. UDFന്റെ സ്ഥാനാർത്ഥി V കുഞ്ഞികൃഷ്ണൻ എന്നതാണ് രാജീവൻ ഉപയോഗിച്ച പദം. നോമിനേഷൻ കൊടുത്തതിന് ശേഷമാണ് എന്ന് പറഞ്ഞു. നോമിനേഷൻ കൊടുത്തതിന് ശേഷം എന്ത് പ്രത്യേകതയാണ് ഉണ്ടായിട്ടുള്ളത്? നോമിനേഷനിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ മുന്നണിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നോമിനേഷൻ പേപ്പറിൽ അങ്ങനെ ഒരു കോളുമില്ല. നോമിനേഷനിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി അല്ലെങ്കിൽ സ്വതന്ത്രൻ, ഇത് മാത്രമേ ഉള്ളൂ. ആ സ്വതന്ത്രനെ ആരെല്ലാം പിന്തുണക്കുന്നു എന്നതൊന്നും നാമനിർദ്ദേശ പത്രികയിൽ എവിടെയും ചോദ്യങ്ങളില്ല. പിന്നെ എങ്ങനെയാ നോമിനേഷൻ കൊടുത്തതിന് ശേഷം UDFന്റെ സ്വതന്ത്രനായി രാജീവനെ പോലുള്ള ആൾക്ക് ബോധ്യപ്പെടുന്നത് എങ്ങനെയാ? അതുകൊണ്ട് അതുകൊണ്ട് ഇത് വളരെ ബോധപൂർവമാണ്. ഈ വെള്ളപൂശാൻ എന്ന് പറഞ്ഞില്ലേ, എനിക്കുള്ള പിന്തുണ രാജീവൻ എത്രത്തോളം അളന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കുറ്റവാളിയെ വെള്ളപൂശാനുള്ള ശ്രമം എന്ന നിലയിലാണ് ഞാൻ അത് ഉപയോഗിച്ചിട്ടുണ്ടാവുക. കള്ളന് ചൂട്ടുപിടിക്കുന്ന സമീപനം പലരും സ്വീകരിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അതുകൊണ്ട് ചിലരെ വെള്ളപൂശി കാണിക്കുക എന്നത് ചിലരുടെ താല്പര്യമായിരിക്കും. അതിനൊന്നും ഞാനെതിരല്ല. പക്ഷേ രാജീവന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ വരാറുള്ളൂ എന്നതൊരു വസ്തുതയാണ്. അതിലേക്ക് കൂടുതലായി ഞാൻ കടക്കുന്നില്ല. കാരണം രാജീവനും ഞാനും തമ്മിലുള്ള തർക്കമായി ഇതിനെ മാറ്റണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. പക്ഷെ ചോദ്യങ്ങൾ രാജീവൻ ചോദിക്കുമ്പോ എനിക്ക് മറുപടി പറയാതെ പോകാനും കഴിയും. എന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമല്ലേ. പിന്നെ വേറൊരു ചോദ്യം കൂടെ ഉണ്ട് കുഞ്ഞികൃഷ്ണ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രം ചോദിക്കുന്ന രീതിയിൽ വേണ്ട, ആർക്കും ചോദിക്കാം. നിങ്ങൾ പറഞ്ഞു പിന്നെ ഇവിടെ ഭയങ്കര ആക്രമണം. ഇത് നിങ്ങൾ പോയതിനു ശേഷം നിങ്ങളുള്ള സമയത്ത് CPM ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇവിടെയുള്ള നേതാക്കന്മാർ UDFന്റെ വാലമാഷ അടക്കമുള്ള CP നേതാക്കന്മാരെ, പാർട്ടിയിൽ നിന്ന് പോയ നേതാക്കന്മാരെ, കോൺഗ്രസിന്റെ AP നാരായണൻ അടക്കമുള്ള നേതാക്കന്മാരെ അവരൊക്കെ ക്രൂരമായി പീഡിപ്പിച്ച, ഇലക്ഷന്റെ പേരിലും അതുപോലെ തന്നെ ബൂത്തുകളിൽ കയറിയിട്ട് അടിച്ച് പുറത്തിട്ട, അതിനുശേഷം ഇലക്ഷന് ശേഷം അടിച്ച് ഹോസ്പിറ്റലാക്കിയ ഒരു പാരമ്പര്യമുള്ള പാർട്ടിയിലായിരുന്നു താങ്കൾ ഇതുവരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാറിയതിനു ശേഷം ഈ CPM നന്നായി പോയി എന്ന് നിങ്ങൾ കരുതുന്നതാണോ? അല്ല, ഇവരെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണോ നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതിനൊരു വ്യക്തിയാണോ ഉത്തരവാദി, അതല്ല പ്രസ്ഥാനമാണോ? അവിടെയാണ് ചോദ്യം. ഞാൻ പാർട്ടിയിൽ ഉണ്ടാകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ അതിന് V കുഞ്ഞികൃഷ്ണനാണോ ഉത്തരവാദി എന്ന് രാജീവിന് അഭിപ്രായമുണ്ടോ?
ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ആ പ്രസ്ഥാനം ആലോചനയും തീരുമാനങ്ങളും എല്ലാം എടുക്കുന്നതിന് നേതൃത്വമാണ്. അതിന്റെ എല്ലാ കമ്മിറ്റി മെമ്പർമാർക്കുമോ താഴെയുള്ള എല്ലാ അണികൾക്കോ അതിൽ ചിലപ്പോൾ ഒരു പങ്കാളിത്തം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പോയതും ഞാൻ വന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതൊരു പ്രസ്ഥാനത്തിന്റെ നിലപാടിന്റെ ഭാഗമാണ്. അന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്നത് ആണ് സാധാരണ നിലയിൽ കാണേണ്ടത്. ഒരു ചോദ്യം കൂടെ, ഈ റീത്ത് വെച്ച സംഭവത്തിൽ പോലീസ് ഇതുവരെ നടപടി എടുത്തിട്ടുണ്ടോ? അതിന്റെ കൂടെ തന്നെ ഈ ഭീഷണി സംബന്ധിച്ചിട്ട് CPM നേതൃത്വത്തിന് അറിവുണ്ടാണോ, അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കന്മാരാണോ അതിന്റെ പിറകിൽ നിന്നാണോ? റീത്ത് വെച്ച സംഭവത്തെ കുറിച്ച് ഇതുവരെ ഒരാളെയും കണ്ടെത്താൻ പോലീസ് സന്നദ്ധമായിട്ടില്ല. എന്റെ വീട്ടിന്റെ പരിസരത്ത് ബൈക്ക് തീവച്ച് നശിപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അത് തന്നെയാണ് അവസ്ഥ. ഒരു മാധ്യമ സമ്മേളനത്തിൽ രാജീവ് തന്നെ തോന്നുന്നു ഈ ഗവൺമെന്റിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ ഉത്തരം ഇതല്ലാതെ മറ്റൊരു ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. നമ്മുടെ മുമ്പിലുള്ള ഗവൺമെന്റിനോടല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പൊ ആ നിലയിൽ അതിനെ കാണുക എന്നുള്ളതാണ്. അന്വേഷണം കാര്യമായ രീതിയിൽ നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള അഭിപ്രായം. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതിനുശേഷം തുടർ നടപടി ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ ശക്തമായ ഇടപെടൽ നടത്തണ്ടേ? അതും കൂടെ നാട്ടിൽ ജനങ്ങൾ അറിയട്ടില്ലേ? അതെ, അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ്. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലും ഈ വിഷയം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. പിന്നെ ഒരു ചോദ്യം കൂടെ സജിത് ലാൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനെ ഇവിടെ വധിച്ച ഒരു സംഭവം ഒരു വലിയ രാഷ്ട്രീയ ഉള്ളടക്കമുണ്ടായ ഒരു സംഭവമാണ്. ആ സംഭവത്തിനെ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? ആ സംഭവം ശരിയായില്ല എന്ന് പറയുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച്? ആ സംഭവം ഇപ്പൊ പറയേണ്ട ഒരു കാര്യമില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിയുടെ കാര്യം, അതുപോലെ തന്നെ ഓക്കയുടെ കാര്യം. കുഞ്ഞാലിയുടെ കാര്യം പറഞ്ഞത് ഒരു വിഷയമുള്ളത് കൊണ്ടാണ്. കാരണം രക്തസാക്ഷികളെ സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ വോട്ട് വാങ്ങാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എനിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണ്. അതിനുള്ള മറുപടിയാണ് കുഞ്ഞാലിയെ കൊന്ന ആളുകളുമായി പിൽക്കാലത്ത് CPM നേതൃത്വം തന്നെ ഐക്യമുണ്ടാക്കുകയും യോജിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും കേരളത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അതിന്റെ ഭാഗമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെന്റെ പേരിൽ ഒരു ആരോപണം വന്നപ്പോ അതിനുള്ള മറുപടിയാണ്. സജിത് ലാൽ അതും ഇപ്പോ ഒരു പ്രസക്തമായ ചോദ്യമേ അല്ല. അതുകൊണ്ട് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. ഈ ചുമരെഴുതുന്നത് മായ്ക്കുന്നു, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് LDF മുന്നോട്ട് വന്നു പറഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ബൂത്തിലിരിക്കൽ പോലെയുള്ള ആളുകൾക്ക് കൂടുതൽ പ്രവർത്തകരെ ആവശ്യമുണ്ട്. കുഞ്ഞികൃഷ്ണന്റെ കൂടിയുള്ള ആളുകൾ പരിമിതമായ ആളുകൾ. അപ്പോൾ UDFന്റെ ആളുകളെ കൂടി ഉപയോഗിക്കാതെ എങ്ങനെയാണ് ബൂത്തിലിരിക്കുക? അതൊക്കെയുള്ള കാര്യങ്ങൾ നടക്കും. UDFന്റെ ആളുകളെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം UDF പിന്തുണക്കുന്ന സ്വതന്ത്രനാണല്ലോ. പിന്തുണക്കുന്ന ആർക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കാലോ, യോജിച്ച് തന്നെ പങ്കെടുക്കാലോ. ആ നിലയിൽ അത് ചിലപ്പോൾ ഉണ്ടാകും.